നമ്മുടെ മൊബൈൽ ഫോണിലെ കോൾ ഹിസ്റ്ററി എത്രങ്ങാനും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മറ്റൊരാളുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവരുടെ കോൾ ഹിസ്റ്ററി നമുക്ക് 3 സിം ഉണ്ട്. അതായത് ജിയോ, VI, എയർടെൽ ഈ 3 സിം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരുടെ കോൾ ഹിസ്റ്ററി, കോൾ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി അതെങ്ങനെ എടുക്കാം? അതുമാത്രമല്ല, മറ്റുള്ളവരുടെ മൊബൈൽ ഫോൺ, മറ്റുള്ള ആളുകൾ നമ്മുടെ മൊബൈൽ ഫോൺ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടി ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് എയർടെൽ, VI, ജിയോ സിം ഉള്ളവർക്ക് എങ്ങനെ കോൾ ഹിസ്റ്ററി, എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. സിമ്പിളാണ്. അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിലെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഉണ്ടാകും, അതൊന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ചാറ്റ് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് എയർടെൽ സിമ്മാണ് ആദ്യം നോക്കുന്നത്. അതുകൊണ്ട് തന്നെ എയർടെൽ സിം ഉള്ളവർ 121 എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ശരി ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ എയർടെലിൻ്റെ ഇൻ്റർഫേസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ടെക്സ്റ്റ് മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ടോട്ടൽ ഞാൻ ഇവിടെ കോപ്പി ചെയ്ത് വെച്ചാണ്, ടൈമിംഗ് വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, എല്ലാം വലിയ അക്ഷരത്തിൽ EPR ബില്ലെന്നും സ്പേസ് ഇട്ടിട്ട് മാർച്ച്, അതായത് ഏത് മാസത്തെ അതാണ് നിങ്ങൾക്ക് വേണ്ടത്, ആ മാസത്തിൻ്റെ ഷോർട്ട്, അതായത് ഇപ്പോൾ മാർച്ച് ആണെങ്കിൽ MR എന്ന് വലിയ അക്ഷരത്തിൽ കൊടുക്കുക. എന്നിട്ട് എയർടെൽ സിമ്മുള്ളവരെ ഏത് ജിമെയിലേക്കാണോ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഒരു മെയിലും ഇവിടെ കൊടുത്തതിന് ശേഷം നിങ്ങൾ സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, സെൻഡിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സെൻഡ് കൊടുക്കുകയാണ്. അത് ഞാൻ ഈ മാർച്ചിലെ മാസമാണ് കൊടുത്തത്, അപ്പോൾ കിട്ടിയില്ലായിരുന്നു. കാരണം ഈ മാസം കഴിയാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ ജനുവരി കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതുപോലുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരും. ഇവിടെ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലൊരു പാസ്വേഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പാസ്വേഡ് നിങ്ങൾ ഓർത്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു പാസ്വേഡ് കോപ്പി ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇനി ഓപ്പൺ ആക്കേണ്ടത് നിങ്ങളുടെ മെയിൽ ഓപ്പൺ ആക്കുക. മെയിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ ഒരു എയർടെലിൻ്റെ പുതിയൊരു മെയിൽ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴേക്ക് ഫുൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു PDF നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്ത് അലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓപ്പൺ ആക്കാനുള്ള ഓപ്ഷൻ വരും. അങ്ങനെ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒന്ന് ഡൗൺലോഡിങ് ഫയൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഏതെങ്കിലും ഡ്രൈവിലിട്ടിട്ടൊന്ന് ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കുന്ന സമയത്ത് ആ ഒരു പാസ്വേഡ് ചോദിക്കും. ആ ഒരു പാസ്വേഡ് നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബാക്ക് പോയിട്ട് ഇതുപോലെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് ഓപ്പൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ജനുവരി മാസത്തെ എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കോൾ ചെയ്തതും ഏത് നമ്പറിൽ നിന്ന് എത്ര തവണ കോൾ ചെയ്തു, അത് ഏത് സമയത്ത് എന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് ഈ എയർടെലിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എയർടെലിൻ്റെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി VI ഉള്ളവർക്ക് ചെറിയൊരു മാറ്റമുണ്ട്, പാസ്വേഡിൻ്റെ അവിടെയാണ് മാറ്റമുള്ളത്. അതുകൊണ്ട് തന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി VI ആപ്ലിക്കേഷൻ ഉള്ളവർ, VI സിം ഉള്ളവർ മെസ്സേജ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ട് ചാറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ എയർടെൽ 121 ആയിരുന്നു, ഇവിടെ VI ആണ്ട് ഇവിടെ 1 2 3 4 5 എന്നത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ശരി ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇൻ്റർഫേസ് നമുക്ക് ഇവിടെ എനേബിൾ ആയി വരും. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ അവിടെ ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടെ വലിയ അക്ഷരത്തിൽ ഈ ബിൽ ഇതുപോലെ കൊടുക്കുക. ഈ ബില്ലെന്ന് കൊടുത്ത് സ്പേസ് കൊടുത്തിട്ട് ഏത് മാസമാണോ ആ മാസത്തെ ഷോർട്ട് കൊടുക്കുക. എന്നിട്ട് സെൻഡ് കൊടുക്കണം. അപ്പോൾ ഇതിൽ മെയിലിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ VI സിം നിങ്ങളുടെ ആപ്ലിക്കേഷൻ മുഖേനയൊക്കെ നിങ്ങൾ മെയിൻ ഇമെയിൽ കൊടുത്തിട്ടുണ്ടാവില്ലേ, ആ നിങ്ങളുടെ മെയിൻ ഇമെയിലേക്കായിരിക്കും ആ ഒരു മെയിൽ നിങ്ങൾക്ക് വരിക. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് വേറൊരു മെയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് സെൻഡ് കൊടുക്കണം. എൻ്റെ ഈ മൊബൈൽ ഫോണിൽ VI ഇല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ കാട്ടുക. നേരത്തെ നിങ്ങൾക്ക് എയർടെൽ എങ്ങനെയാണോ വന്നത് അതുപോലെ നിങ്ങൾക്ക് വരികയും അതുപോലെ അവിടെ നിങ്ങൾ മെയിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് പാസ്വേഡ് ചോദിക്കുന്ന സമയത്ത് അവിടെ പാസ്വേഡ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡിലുള്ള നിങ്ങളുടെ പേരിലെ ഫസ്റ്റ് 2 അക്ഷരം, ഇപ്പോൾ എൻ്റെത് മുഹമ്മദ് സൽമാൻ ആണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ MU എന്ന് കൊടുക്കുക. എന്നിട്ട് MU എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പറില്ലേ, ആ ഫോൺ നമ്പറിൻ്റെ അവസാന 4
അക്കങ്ങളും കൊടുക്കുക. അതായിരിക്കും നിങ്ങളുടെ വിഐൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലെ പാസ്വേഡ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അങ്ങനെ പാസ്വേഡ് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതും ലഭിക്കും. ഇനി ജിയോ ഉള്ളവർ ഞാൻ കുറേ നേരം ഡൗൺലോഡ് ആക്കാൻ നോക്കണം. അതുകൊണ്ട് എൻ്റെ സിമ്മും ഇല്ല, അതുകൊണ്ട് തന്നെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്കൊന്നുമില്ല, പിന്നെ നിങ്ങളുടെ നേരത്തെ ഉള്ളതുപോലുള്ള പണികളൊന്നുമില്ല. നേരത്തെ നിങ്ങളുടെ ജിയോൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നു. മുകളിൽ ഇതുപോലെ സെർച്ച് ബാർ ഉണ്ടാകും. സെർച്ച് ബാറിൽ മൈ അടിക്കുമ്പോൾ തന്നെ മൈ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനുകൾ വരും. അതിൽ മൈ സ്റ്റേറ്റ്മെൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എല്ലാ ഡീറ്റെയിലും അവിടെ കാണിക്കും. ഏത് മാസത്താണ്, എത്ര ദിവസം, 7 ഡേ 30 ദിവസത്തിനുള്ളിൽ ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെ, പിന്നെ മെയിലേക്കാണോ വരേണ്ടത്, വോയിസ് ആയിട്ട്, അങ്ങനെ പലതും ഉണ്ടാകും. അവിടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനുള്ള രൂപത്തിലാണ് ആ ഒരു ജിയോൻ്റെ ആപ്ലിക്കേഷനുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ജിയോക്കാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കുറേ നേരെ ഒന്നാമത് ഇതിൽ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ടാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്.